അപ്പോൾ നമ്മുടെ പുതിയ തലമുറ ഈ ആർഭാടപരമായുള്ള കല്യാണങ്ങളുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടാണ് കല്യാണം നടത്തുന്നത്. ഈ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി എങ്ങനെയാണ് ഒരു രജിസ്റ്റർ വിവാഹം നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശദമായ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്ന ഒരു സംശയമാണ്, എങ്ങനെ നമുക്ക് സബ് രജിസ്ട്രാറെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ നടത്താം, അതിനൊരു വകുപ്പുണ്ടോ എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഒരു വകുപ്പുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സെക്ഷൻ 12(2)ലാണ് സബ് രജിസ്റ്റർ ഓഫീസിന് പുറത്ത് വെച്ചൊരു കല്യാണം എങ്ങനെ നടത്തണമെന്ന് പറയുന്നത്. അതിൽ പറയുന്നത്, ഒന്ന്, നമ്മുടെ ഈ മാരേജ് രജിസ്റ്റർ ഓഫീസറുടെ, അതായത് സബ് രജിസ്റ്ററുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇങ്ങനെ കല്യാണം നടത്താൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഈ രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്നിട്ട് അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ദിവസം ഈ സബ് രജിസ്ട്രാർക്ക് ഒഴിവുണ്ടോ എന്നും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ദിവസം ഒഴിവില്ല എങ്കിൽ മറ്റേത് ദിവസമാണ് മാഡത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന സബ് രജിസ്റ്റർ ഓഫീസർക്ക് ഒഴിവുള്ളത്, കൺവീനിയൻസ് ആയിട്ടുള്ള ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് ആ ഡേറ്റിലേക്ക് ഒരു റിട്ടേൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വൈറ്റ് പേപ്പറിൽ എഴുതി നൽകുക. സമയവും ഏതാണ് സ്ഥലവും എന്നെല്ലാം അതിനകത്ത് കൊടുക്കണം. അപ്പോൾ ആ സ്ഥലവും സമയവും എല്ലാം സബ് രജിസ്ട്രാർക്ക് ഓക്കെ ആണെങ്കിൽ, അതായത് ഈ സബ് രജിസ്റ്റർ ഓഫീസിന് കീഴിൽ വരുന്ന ഏതൊരു വില്ലേജിലെയും ഏതൊരു വീട്ടിലും ഏതൊരു ഓഡിറ്റോറിയത്തിലും ഈ കല്യാണം നടത്താൻ വേണ്ടി സബ് രജിസ്ട്രാർ പോകേണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൺവീനിയൻസ് ആണെങ്കിൽ ആ ഡേറ്റിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ മൂവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഈ സെക്ഷൻ 12(2) പ്രകാരമുള്ള ഫീസ് എന്ന് പറയുന്നത് 1103 രൂപയാണ്. അതായത് 1103 രൂപ അടച്ചുകൊണ്ട് സബ് രജിസ്ട്രാർ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് നമ്മുടെ വിവാഹം നടത്തി തരുന്നതാണ്.